പവിത്രതകളേറെ നിറഞ്ഞ വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മളിതാ കടക്കാൻ പോവുകയാണ്. ഇന്ന് രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പകൽ. അതായത് ഇന്ന് റമദാനിൻ്റെ 12ാമത്തെ ദിനമാണ്. 13ാമത്തെ രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ കടക്കുന്നു. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല തരുന്ന ദിനരാത്രങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. 1000 റക്അത്ത് നിസ്കരിക്കുന്ന കൂലി നിങ്ങൾക്ക് ഒരു വാചകം കൊണ്ട് കിട്ടണോ? ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചത് പോലത്തെ പ്രതിഫലം കിട്ടും. മാത്രമല്ല വാളിൻ്റെ മൂർച്ചയിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന മന്ത്രോച്ചാരണങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. 3 വാചകങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ഈ 3ഉം ഒന്നിനോടൊന്ന് കിടപിടിക്കുന്നതാണ്. പല ഉമ്മമാരും സങ്കടത്തിലാണ്, ഞങ്ങൾക്ക് നിസ്കാരമില്ല ഉസ്താദെ, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതാൻ പറ്റുന്നില്ല. വേണ്ട, ആ സമയത്ത് നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന ഈ ചെറിയൊരു വാചകം പറഞ്ഞാൽ മതി, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസവും നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ കിട്ടാനും മലക്കുകൾ കൂട്ടുകാരായി വരാനും കണ്ണേറ് സിഹറിൽ നിന്നുള്ള കാവൽ കിട്ടാനുമൊക്കെയുള്ള 3 മന്ത്രോച്ചാരണങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അത് നിത്യമാക്കാം. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വങ്ങൾ മുഴുവനും നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണുക. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ പവിത്രമായ ഈ റമദാൻ നമുക്കെല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൻ്റെ പരിപാവനമായ 2ാം വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉള്ളത് റമദാനിൻ്റെ 2ാമത്തെ പത്തിലെ പുണ്യമായ ഒരു ദിനത്തിലാണ്. അതായത് 12ാമത്തെ ദിനത്തിലാണ്, 12ാമത്തെ നോമ്പിലാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി 13ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതായത് 13ാം രാവ്, അത് 2ാം വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയേറെയുള്ള രാവാണ്. കാരണം ലൈലത്തുൽ ഖദർ റമദാനിലെ ഒറ്റ രാവുകളിൽ പ്രതീക്ഷിക്കണമെന്നാണ് മഹത്തുക്കൾ പഠിപ്പിച്ചത്. അത് റമദാനിൻ്റെ അവസാനത്തെ 10ആകുമ്പോൾ ഒന്നുകൂടി നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് 2ാമത്തെ 10ആണ്. ഒറ്റ രാവാണ്, 13ാം രാവാണ്, അതും വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. അൽഹംദുലില്ലാ. അല്ലാഹു തആല പരിപൂർണമായി നമ്മളിൽ നിന്നും ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സാധാരണയായി നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ മഗ്‌ഫിറത്തിൻ്റെ 10ആണ് അല്ലേ, 2ാമത്തെ 10ആണ്. അള്ളാഹുവിലേക്ക് നമ്മൾ ഒരുപാട് കണ്ട് നമ്മൾ പാപങ്ങൾ പൊറുക്കണേ എന്ന് തേടേണ്ട 10 ദിനങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സാധാരണ പറയുന്ന 2 ദിക്റുകൾ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. പറഞ്ഞോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. മഗ്‌ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച സമയത്ത് മദ്രസയിലെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് 10 മലക്കുകൾ, ആ മലക്കുകളുടെ പേരും ആ മലക്കുകളുടെ ജോലിയും. ഒന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. മഹാനവകളുടെ ജോലി പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു. 2 മഹാനായ മീകായിൽ അലൈഹിസ്സലാം മഴ, ഇടി, മിന്നൽ, കാറ്റ്, ഭക്ഷണം അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കാണ്. അതുപോലെ തന്നെ മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതാനുള്ള ചുമതല അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കാണ്. 4ാമത്തേത് അസ്രാഈൽ അലൈഹിസ്സലാം മനുഷ്യൻ്റെയും മറ്റ് ജീവജാലങ്ങൾ എല്ലാവരുടെയും റൂഹിനെ പിടിക്കുന്ന ജോലി അല്ലാഹു തആല ഏൽപ്പിച്ച മലക്കാണ് മഹാനായ അസ്രാഈൽ അലൈഹിസ്സലാം. പിന്നെയുള്ളത് ഇപ്പോൾ 4 പേരായി.
ഇനി 5, 6 റഖീബ് അതീദ്, നമ്മുടെ വലതു തോളിലും ഇടതു തോളിലുമുള്ള നന്മയും തിന്മയും എഴുതുന്ന മലക്കുകളാണ്. അതുപോലെ തന്നെ മുൻകർ നക്കീർ അലൈഹിമസ്സലാം, അവർ ഖബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്ന മലക്കുകളാണ്. അതുപോലെ തന്നെ 9-ാമത്തേത് റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗത്തെ കാക്കുന്ന മലക്കാൻ. 10 മാലിക് അലൈഹിസ്സലാം, നരകത്തെ കാക്കുന്ന മലക്കാൻ. ഈ 10 മലക്കുകളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, പക്ഷെ 2 മലക്കുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. ഈ 10-ൽ 2 മലക്കുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. റഖീബ് അതീദ്, നന്മയും തിന്മയും എഴുതുന്ന മലക്കുകൾ എല്ലാ മനുഷ്യരുടെ കൂടെയും എപ്പോഴും ഉണ്ടാകും. 2 സമയങ്ങളിൽ ഒഴികെ, 1 ബാത്റൂമിൽ കയറുന്ന സമയത്ത്, 2 ഭാര്യ ഭർത്താക്കന്മാരെ സംയോഗത്തിൽ ഏർപ്പെടുന്ന സമയത്തും ഈ 2 മലക്കുകൾ ഒഴിവായി നിൽക്കും. ബാക്കി എല്ലാ സമയത്തും ഇവരുണ്ടാകുമെന്നാണ്. ഒരാൾ നന്മ ചെയ്താൽ വലത് തോളിലിരിക്കുന്ന മലക്ക് അയാൾ ചെയ്ത നന്മ ഉടൻ തന്നെ ആ കിതാബിലേക്ക് എഴുതുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കും. നന്മ ചെയ്താൽ അപ്പം തന്നെ എഴുതും. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ ഇവൻ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇന്നാലിന്ന ദിക്ർ പറഞ്ഞു, അപ്പം തന്നെ എഴുതും. എന്നാൽ ഒരാൾ ഒരു തിന്മ ചെയ്താലോ, ഒരാളൊരു തിന്മ ചെയ്താൽ ആ തിന്മ അപ്പോൾ തന്നെ ആ ഇടതുഭാഗത്തിരിക്കുന്ന മലക്ക് എഴുതൂല. എത്ര സമയം വരെ? 7 സാഅത്തിൻ, 7 മണിക്കൂർ വരെ ആ മലക്ക് ആ തിന്മ എഴുതാതെ നിൽക്കുമെന്നാണ്, എഴുതൂല. അതായത് ആ 7 മണിക്കൂറിൻ്റെ ഇടയിൽ അവൻ ആ പാപങ്ങൾ പൊറുപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമോ വചനമോ പറഞ്ഞാൽ അല്ലാഹു തആല ആ മലക്കിനോട് പറയും, അതെ അവൻ ആ പാപം പൊറുപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എഴുതണ്ട എന്ന് അല്ലാഹ് പറയുമെന്നാണ്. എത്ര കാരുണ്യമുള്ളവനാണ് പടച്ചോനല്ലേ, ഒന്ന് ചിന്തിച്ചാൽ. അതായത് നന്മ ചെയ്താൽ അപ്പം തന്നെ എഴുതും, താമസമില്ല. തിന്മ ചെയ്താൽ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇവൻ ഈ തിന്മക്ക് അവൻ എന്തെങ്കിലും സൊല്യൂഷൻ കാണുന്നുണ്ടോ, എന്തെങ്കിലും ഒരു പോംവഴി, ആ തിന്മ ചെയ്തു അത് പൊറുപ്പിക്കാൻ എന്തെങ്കിലും അവൻ പറയുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ, അത് കാത്തിരിക്കുക മലക്ക്, എന്നിട്ടേ എഴുതൂ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ, ആ 7 മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ എന്നെങ്ങാനും പറഞ്ഞാൽ ആ മലക്ക് ആ പാപം എഴുതൂല എന്ന് മാത്രമല്ല, നന്മ എഴുതുന്ന മലക്ക് അത് നന്മയായിട്ട് എഴുതും. അല്ലാഹ് ദൈവൻ ഇന്നാലിന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നന്മയായിട്ട് എഴുതുമെന്നാണ്. എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹു എത്രമാത്രം കാരുണ്യമുള്ളവനാണ്, അതോടൊപ്പം തന്നെ എത്രമാത്രം നമുക്ക് പുറത്തു തരുന്നവരാണ്. മഗ്ഫിറത്തിൻ്റെ 10-ലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ്. നമുക്ക് വിശ്വാസിക്ക് ചാകരയുള്ള ഒരു രാവാണിത്. നമുക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെ ഞാനിനി പറയേണ്ട കാര്യമില്ല, അത് കേട്ട് തഴമ്പിച്ചു എന്ന് നമുക്ക് പറയാം അല്ലേ. നമ്മൾക്ക് എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം. റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. ഓരോ മലക്കുകളും ഓരോ വിശ്വാസിയുടെ അടുക്കൽ വന്നിട്ട് ഇവൻ എന്താണ് പറയുന്നതെന്ന് കാതു കൂർപ്പിച്ച് കേട്ട് അവർ എഴുതിയെടുക്കുന്നു. നമ്മുടെ ചെയ്തുപോയ തെറ്റുകൾ അള്ളാഹുലേക്ക് പാപമോചനം തേടുന്നു മലക്കുകൾ. സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് പകലെന്നൊക്കെ പറഞ്ഞാൽ മലക്കുകൾക്ക് ഭയങ്കര ജോലിയാണ്. എന്താ ജോലി? നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ആ ജോലി തന്നെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു മനുഷ്യൻ ഈ വാചകം പറഞ്ഞാൽ, ഏത് വാചകം? അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ നന്മയുടെ തട്ട് താഴുന്നതാണ്, തിന്മയുടെ തട്ട് മുകളിലേക്ക്. അതായത് തിന്മയുടെ തട്ടിലൊന്നും ഉണ്ടാവൂല, തിന്മ ഉണ്ടാവൂല. അതെല്ലാം അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. മാത്രമല്ല തിന്മയുടെ ഏട് കരിച്ചു കളയുന്നതാണ്. എൻ്റെ റബ്ബേ, ഒന്ന് പറഞ്ഞേ, ഏതാണ് അത്? ഇപ്പം തന്നെ ഒരു 3 വട്ടം നമുക്ക് പറയാം ഇസ്തിഗ്ഫാർ. ഒന്ന് പറഞ്ഞേ. അല്ലാഹു തആല ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും പകലിൻ്റെയൊക്കെ മഹത്വം കൊണ്ട് നമുക്ക് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തന്ന് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞേ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ. പറ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പല ഉമ്മമാരും ചിന്തിക്കുന്നുണ്ട്, ഉസ്താദേ ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഈ ദിക്റൊക്കെ പറയാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുന്നില്ല, ഖുർആൻ ഓതി തീർന്നിട്ടില്ല, അതുപോലെ തന്നെ ഞങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിച്ച് മതിയായിട്ടില്ല, ഞങ്ങൾക്ക് തസ്ബീഹ് നിസ്കരിച്ച് കൊതി തീർന്നിട്ടില്ല, തറാവീഹ് നിസ്കരിച്ച് മതിയായിട്ടില്ല. പല ഉമ്മമാർക്കും പല പ്രയാസങ്ങളാണ് അല്ലേ. നിസ്കാരമില്ലാത്ത ആളുകളുണ്ടാകും. ഒരു വിഷമം വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, നിസ്കാരമില്ലാത്ത സമയത്ത് ഉമ്മമാരെ, നിങ്ങൾക്കുള്ള സ്പെഷ്യലായിട്ട്, ആണുങ്ങൾക്കില്ല പെണ്ണുങ്ങൾക്കുള്ള സ്പെഷ്യലായിട്ടുള്ള ഒരു ഓഫറാണ്. 1000 റക്അത്ത് നിസ്കരിച്ചത് പോലൊത്തൊരു പ്രതിഫലം അല്ലാഹു തരും. എന്ത് പറയണം? നിസ്കാരമില്ലാത്ത സമയത്ത് ഉമ്മമാരെ നിങ്ങൾ പറയണം, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വഅസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്.
ഇതറിയാവുന്ന ദുആയാണ്. ഇതൊരു ഹംദാണ്, ഇതൊരു ഇസ്തിഗ്ഫാറാണ്, ഇതൊരു തൗബയുടെ വചനമാണ്. പറഞ്ഞേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇത് മഗ്ഫിറത്തിന്റെ 10ആണല്ലോ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട 10ആണല്ലോ. അറിയാവുന്ന ഏത് ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കാം. നമ്മൾ ആദ്യം പഠിച്ച ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി, അത് നമ്മൾ പറയാൻ മറന്നു പോവണ്ട. അതോടൊപ്പം തന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാരെ, നിസ്കാരമുള്ളവർക്കും പറയാം, പുരുഷന്മാർക്കും പറയാം, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസരത്തിലും അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതികളും. വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ എന്ന ഈ ഒരു പുണ്യമായ ഇസ്തിഗ്ഫാറിന്റെ വചനം നമ്മൾ പറയാൻ മറന്നു പോവരുതേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായി അല്ലാഹുവിലേക്ക് യാത്രയാകുന്ന നല്ല ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞേ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഈ ഒരു ദുആ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം ഇവിടെ കേട്ടോ. മഹത്തുക്കൾ പറയുന്നു, 70 ദറജ അല്ലാഹു ഉയർത്തും, 70 പാപങ്ങൾ പുറത്തു തരും, 70 തിന്മകൾ മായ്ച്ചു തരും, 70 നന്മകൾ അല്ലാഹു തആല രേഖപ്പെടുത്തും. നിസ്കാരമില്ലാത്ത സമയത്ത് ഉമ്മമാർ ഈ ദുആ 70 വട്ടം പറഞ്ഞാൽ 1000 റക്അത്ത് നിസ്കരിച്ച കൂലിയും അല്ലാഹു തആല തരും. പിന്നെയോ അമാനും മിനൽ അദാബ്, അള്ളാഹുവിൻ്റെ എന്തൊക്കെ ശിക്ഷയുണ്ടോ ആ ശിക്ഷയിൽ നിന്നുള്ള നിർഭയത്വം കിട്ടും. വജവാസുൻ അല സിറാത്ത്, സിറാത്ത് പാലം വേഗത്തിൽ കടക്കാനുള്ള അവസരം അല്ലാഹു തരും. ദുഖൂലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള അവസരവും അല്ലാഹു തആല തരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് പോരെ മോനെ, അല്ലേ? ഇത് മതി, ഇത് മാത്രം മതി. റമളാനാണ്, ഈ വാചകം പറഞ്ഞോ രക്ഷപ്പെടാം. 3 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമതായി നമ്മൾ പഠിച്ചത് ഒരു ഇസ്തിഗ്ഫാറാണ്, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. രണ്ടാമതായി പഠിച്ചത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. ഇനി ഒരു കാര്യം കൂടി പഠിക്കാം. വിശുദ്ധമായ റമളാനാണ്, ഹൗക്കല മറന്നു പോവരുതേ. എല്ലാ ദിവസവും ഹൗക്കല ഒരു 3 വട്ടമെങ്കിലും ചുരുങ്ങിയത് പറയണേ. എന്താണ് ഉസ്താദേ ഹൗക്കല? കൻസും മിൻ കുനൂസിൽ ജന്ന. ഹൗക്കല എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗത്തിന്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. ഏതാണത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു മനുഷ്യൻ ഇത് പറഞ്ഞാൽ കാന ദവാഅൻ മിൻ 99 ദാഅ, 99 രോഗങ്ങൾക്ക് ശിഫയാണ്. പിന്നെയോ ദാരിദ്ര്യം മാറാൻ, ഫഖർ മാറാൻ ഇത് കാരണമാണ്. അതുപോലെ മുസ്തജാബു ദുആയാണ്, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ആളായി മാറും. എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പതിവാക്കുന്ന ആൾ, അയാൾ ദുആ ചെയ്താൽ എന്ത് ദുആയാണെങ്കിലും അല്ലാഹു അത് സ്വീകരിക്കുന്നതാണ്. പിന്നെയോ ഹുസ്നുൽ ഖാത്തിമ, നല്ല അന്ത്യമുണ്ടാകുന്നതാണ്. ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. പിന്നെയോ നരകമോചനം കിട്ടുന്നതാണ്, മീസാനിൽ ഭാരം തൂങ്ങുന്നതാണ്, അർശിന്റെ തണൽ കിട്ടുന്നതാണ്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതെ അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ കണ്ണേർ, സിഹർ, കരിനാക്ക് തുടങ്ങിയതിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്നതാണ്. സംരക്ഷണത്തിന് വേണ്ടി എപ്പോഴും അല്ലാഹു തആല മലക്കുകളെ നമുക്ക് ഏർപ്പെടുത്തി തരുന്നതാണ്. ഈ ദിക്ർ ഒരു മനുഷ്യൻ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്ത് അധികരിക്കുന്നതാണ്. ഖബറിൽ നല്ല കൂട്ടുകാരനായി ഈ ഒരു ദിക്ർ മാറുന്നതാണ്. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബിമാർ വന്ന സമയത്ത് അവർ അവരുടെ ആയുധങ്ങൾ എടുത്തപ്പോൾ പറഞ്ഞ ദുആയാണ്, ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളത്. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, കല്യാണപ്രായം എത്തിയിട്ട് കല്യാണം ശരിയാവാതെ സങ്കടപ്പെടുന്നവരെ, വീട് ഇല്ലാതെ സങ്കടപ്പെടുന്നവരെ, സങ്കടങ്ങൾ മാറണോ ഹൗക്കല നീയത്താക്കി ചൊല്ലണേ. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു 333 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ദിക്ർ പറയും എന്ന് മനസ്സിൽ കരുതിയിട്ട് എന്താണോ മുറാദ് ഹാസിലാവാനുള്ളത് അത് മനസ്സിൽ കരുതി ഈ ഒരു ദുആ അങ്ങോട്ട് പറഞ്ഞോ. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാൻ ഇപ്പം തന്നെ മനസ്സിൽ കരുതിക്ക് പഠിച്ചോനെ എൻ്റെ മക്കൾ നന്നായി കിട്ടണം, എൻ്റെ മക്കളുടെ കൂട്ടുകെട്ടൊക്കെ നന്നാവണം, അവരുടെ മോശം പ്രവൃത്തികളൊക്കെ മാറണം, എൻ്റെ ഭർത്താവിൻ്റെ ജോലി ബർക്കത്തുള്ളതാവണം, എൻ്റെ ഭാര്യയുടെ അസുഖങ്ങൾ മാറണം, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടണം, എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാണ് അവർക്ക് മഗ്ഫിറത്ത്. ഇങ്ങനെ എന്തൊക്കെ നീയത്തുണ്ടോ ആ നീയത്ത് മനസ്സിൽ കരുതിയിട്ട് ഒരു 333 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ. ഇത് എങ്ങനെയാ ഉസ്താദെ പറയുക? പലർക്കും സംശയമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണോ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നാണോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എങ്ങനെ പറയണം?
ഏറ്റവും നല്ല രൂപം മഹത്തുക്കൾ പറയുന്നു ബിസ്മി ചേർത്ത് പറയലാണ്. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എല്ലാം ചേർന്നിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, ഒരു 3 വട്ടം പറഞ്ഞേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ ശ്രേഷ്ഠതയും മഹത്വമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞതാണല്ലേ. വെള്ളിയാഴ്ച രാവിലെ നേട്ടമുണ്ട്, പകലിന് നേട്ടമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളികളിൽ ആളുകളൊക്കെ ഇങ്ങനെ തിങ്ങി നിറയുകയായിരുന്നു. പലരും പള്ളിയുടെ പുറത്ത് നിന്നാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് നാളെ ആ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പുരുഷന്മാരൊക്കെ നാളെ നേരത്തെ പള്ളിയിലേക്ക് പോകണം. ഉമ്മമാർ നേരത്തെ നിസ്കാര പള്ളിയിലേക്ക് പോയി സുന്നത്ത് നിസ്കരിച്ച് ദുഹർ നിസ്കരിച്ച് പ്രത്യേകം ദുആ ചെയ്യണം. ഇന്നത്തെ പകൽ, അതായത് ഈ വ്യാഴാഴ്ച പകൽ ഒരുപാട് ദുആക്ക് ഇജാബത്തുള്ള പകലാണ്. നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ നഖം മുറിക്കുക, അതുപോലെ തന്നെ നാളത്തേക്കുള്ള വസ്ത്രങ്ങൾ എടുത്തു വെക്കുക, ഒരുപാട് നേട്ടങ്ങളുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ അധികരിപ്പിക്കുക, സ്വലാത്ത് അധികരിപ്പിക്കുക. സ്വലാത്ത് അല്ലേ, അറിയാവുന്ന ഏത് സ്വലാത്തും സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അത് മതി. ഏത് സ്വലാത്തും അധികരിപ്പിച്ച് ഒരുപാട് കണ്ട് ദുആ ചെയ്ത് ഈ വെള്ളിയാഴ്ച രാവിൻ്റെ പകലിൻ്റെയൊക്കെ മഹത്വങ്ങൾ നമ്മൾ നേടിയെടുക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ മക്കളുടെ പരീക്ഷകൾ നടക്കുമല്ലേ, അപ്പോൾ അതൊക്കെ വിജയിക്കണ്ടേ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിൻ്റെ ദുആ അല്ലാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്നാണ്. വെള്ളിയാഴ്ച രാവിലെ ദുആ, 2 പെരുന്നാൾ രാവിലെ ദുആ, റജബ് ആദ്യത്തെ ദിവസത്തിലെ ദുആ, അതുപോലെ ശഅബാൻ 15ൻ്റെ ദുആയൊക്കെ അല്ലാഹു തആല കബൂലാക്കുമെന്നാണ്, ഉറപ്പാണ്. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് പെരുന്നാൾ ദിനമാണ്, പെരുന്നാൾ അല്ലേ, അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാൾ രാവാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ഹജ്ജിൻ്റെ രാവാണ് ഈ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് ഒരുപാട് കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട, ഒരുപാട് ദിക്റുകൾ പറയേണ്ട, സ്വലാത്തുകൾ പറയേണ്ട, സുന്നത്തായ കാര്യങ്ങൾ എടുക്കേണ്ട പ്രധാനപ്പെട്ട രാവാണ് നാളെ പകലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറന്നു പോകരുതേ. 3 പ്രധാനപ്പെട്ട ദുആകളാണ്, ദിക്റുകളാണ്, അത്ഭുത മന്ത്രങ്ങളാണ്, വിജയ മന്ത്രങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. വാളിനേക്കാൾ മൂർച്ചയിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന 3 ദിക്റുകൾ, 3 മന്ത്രോച്ചാരണങ്ങൾ അല്ലേ. ഈ റമദാനിൻ്റെ 2ാമത്തെ 10, 2ാമത്തെ വെള്ളിയാഴ്ച രാവിൽ പറയേണ്ട മന്ത്രോച്ചാരണങ്ങൾ, അത്ഭുതങ്ങൾ നിറഞ്ഞ മന്ത്രധ്വനികളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അല്ലാഹു തആല കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രതയ്ക്ക് അറിഞ്ഞ് ഇബാദത്തെടുക്കാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദുആയിനൊക്കെ സ്വീകരിക്കട്ടെ. നമ്മുടെ നോമ്പ്, നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ നിസ്കാരങ്ങളെല്ലാം അല്ലാഹു തആല പോരായ്മയൊക്കെ ഉണ്ടാകും, അതൊക്കെ പരിഹരിച്ച് റബ്ബ് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ പരസ്പരം ദുആ ചെയ്യണം. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആരക്കാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.